ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോളി ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കെട്ട് കഴിഞ്ഞിട്ടോ, അതായത് തലക്ക് പിടിച്ചേക്കുന്ന കിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ശ്യാം ശ്രുതിയുടെ മുമ്പിലേക്ക് വരുവാണ്. ശ്രുതി നോക്കുമ്പോൾ അടുത്തൊന്നും ആരുമില്ല. ശ്യാം ശ്രുതിനെ അകത്തേക്ക് കടക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. മാറി നിൽക്ക്, എനിക്ക് പോകണം എന്ന് പറയുമ്പോഴേക്കും, അതെ നീയേ നന്നായിട്ട് കുടിച്ചു അല്ലേ, അഞ്ജലി നിന്നെ പറ്റിച്ച് കുടിപ്പിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. സത്യം പറഞ്ഞാൽ നീ കുടിച്ചത് കൊണ്ട് എനിക്കാണ് കേട്ടോ ഉപകാരം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ശ്രുതി നെട്ടിലൂടെ ശ്യാമിനെ നോക്കാണ്. അതേ ശ്രുതി, നീ കുടിച്ചപ്പോൾ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നീ അറിയാതെ എന്നോട് തുറന്നു പറഞ്ഞു എന്ന് പറയണം. അത് കേൾക്കണം ശ്രുതി പറയണ്ടില്ല, അതൊരിക്കലും നടക്കില്ല, നിങ്ങൾ വെറുതെ പറയാം. ആഹാ, ഞാൻ വെറുതെ പറഞ്ഞതാണോ നിന്റെ വിചാരം? നീ മനസ്സിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കണമെന്നും നിൻ്റെയും അശ്വിൻ്റെയും കല്യാണം എങ്ങനെയാണ് നടന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നീ എന്നോട് തുറന്നു പറഞ്ഞു ശ്രുതി. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ ഒരു കാര്യം ആലോചിക്ക്, നീ എന്തായാലും അവൻ നിർബന്ധിച്ചിട്ടില്ല നീ കല്യാണം കഴിച്ചത്. നീ അവനെ ഉപേക്ഷിക്കേ, ഞാൻ നിന്നെ സ്വീകരിക്കുക, മാറവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയാണ്. ശേഷം ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര ഇനി ഞാൻ ബോധമില്ലാതെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അയാളോട്, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് എന്തൊക്കെയോ ഓർമ്മയുണ്ട്, പക്ഷേ ശ്യാമിൻ്റെ കാര്യമല്ല, അശ്വിനായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രുതിക്ക് ഓർമ്മ വരുന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് അശ്വിൻ ഓരോരോ തിരക്കിലായിക്കോട്ടോ. അശ്വിൻ്റെ കെട്ട കഴിഞ്ഞു, അങ്ങനെ കിക്കൊക്കെ മായിട്ട് അശ്വിനും ജോലിയുടെ ഓരോരോ തിരക്കിലാണ്, ഓരോരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് കുളിക്കാൻ വേണ്ടി തോർത്തൊക്കെ ആയിട്ടോ വരുന്നത്. ശ്രുതി അശ്വിനോട് ചോദിക്കേണ്ടത്, അതെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയാണ്. എന്താ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അല്ല ഇന്ന് രാവിലെ എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുടിച്ചിട്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നും നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അശ്വിനെല്ലാം നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അശ്വിൻ ആലോചിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ എൻ്റെ ഹൃദയമിടിപ്പ് ഒന്നാണെന്നും അശ്വിൻ ശ്രുതിനെ ചേർത്ത് പിടിച്ചതും മുഖത്തൊക്കെ തലോടിയതും എല്ലാം തന്നെ അശ്വിന് ഓർമ്മയുണ്ട്. അശ്വിനെ ബോധമില്ലെങ്കിലും ഇപ്പം നല്ല ഓർമ്മയാണ് കേട്ടോ. പക്ഷെ അശ്വിൻ ശ്രുതിയുടെ മുമ്പിൽ അതൊന്നും പറയുന്നില്ല. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയാണ്. എന്താ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ശ്രുതിയും കള്ളം പറയാണ്. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയാണ്. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അശ്വിൻ എല്ലാം തന്നെ ഓർമ്മയുണ്ട്. അശ്വിന് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിനുശേഷം അശ്വിൻ കുളിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി ഓടിക്കയറി കുളിക്കാൻ വേണ്ടി വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. അതെ ഞാനാണ് ആദ്യം വാതിലെടുത്ത് വന്നത്, അതുകൊണ്ട് ഞാനായിരിക്കും ആദ്യം ബാത്റൂമിൽ കയറാൻ പോണത്. അതെ ഇത് എൻ്റെ റൂമാണ്, ഞാൻ വിചാരിക്കുന്ന സമയത്ത് എവിടെ കയറണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇത് നിങ്ങളുടെ റൂമായിരിക്കും, പക്ഷെ ഞാൻ അശ്വിൻ സാറാമിൻ്റെ ഭാര്യയാണ്, എനിക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്, മാറി ഞാൻ കുളിക്കാൻ കയറും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കേട്ടോ. അതേസമയം നമ്മുടെ മനോരമയാണെങ്കിൽ തലവേദന എടുത്തിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അയ്യോ തലവേദന എടുത്തിട്ട് വയ്യേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറച്ച് അച്ചാറും നാരങ്ങ വെള്ളമൊക്കെ ആയിട്ടാണ് വരുന്നത്. ആൻറ്റി ഇന്ന് അച്ചാർ കഴിക്കും. അച്ചാറോ, ഇതൊന്നും കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, നീയേ എനിക്ക് നല്ല ഒരു 2 ഓറഞ്ച് മുഴുവൻ ഇട്ടിട്ട് ഒരു ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് പോവാം, പിന്നെ ഒരുപാട് ഐസ് ഇടണം, എങ്കിൽ മാത്രമേ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും പ്രീതി പറഞ്ഞിട്ട് ശരി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല, നീയേ ഒരു ടാബ്ലറ്റ് എടുത്ത് തലവേദനയുടെ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ പ്രീതി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മനോരമയുടെ അലമാര തുറന്നിട്ട് അതിലേക്ക് ടാബ്ലറ്റ് തപ്പുവാട്ടോ. മനോരമ പറയുന്നുണ്ട്, അതെ കീറ സാരിക്കാരുടെ ചേച്ചി ടാബ്ലറ്റിനെ കുറിച്ച് നിനക്ക് ഒരു വിവരവും ഇല്ലല്ലേ, ഇവിടുത്തെ എല്ലാവരുടെ ടാബ്ലറ്റ് മുമ്പിലെ ഷെൽഫിലാണ് വെക്കുന്നത്, അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കൂടി കൊണ്ടുവരണം എന്ന് മനോരമ പറയാണ്. ശരി ആൻറ്റി കൊണ്ടുവരാമെന്ന് പറയേണ്ട. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുവാണ് പ്രീതി. അതിനുശേഷം ടാബ്ലറ്റ് തപ്പുന്നുണ്ട്. ആ സമയത്ത് അതിൽ ഒരുപാട് ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 ടാബ്ലറ്റ് നോക്കുകയാണ്. ഇതിൽ ഏതാണ് ആ ടാബ്ലറ്റ് എന്ന് നോക്കുമ്പോഴേക്കും ഇത് തന്നെയാണ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ശരിയായ ടാബ്ലറ്റ് തന്നെയാട്ടോ നമ്മുടെ പ്രീതി അവിടെ എടുത്ത് വെക്കുന്നത്. ശേഷം അടുക്കളയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പ്രീതി പോകുമ്പോഴേക്കും അവിടെയൊക്കെ അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ ഫോണിലായിരിക്കും. അതെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഫോണിൽ സംസാരിച്ചിട്ടാണ് വരുന്നത്. അശ്വിനും ഭയങ്കര എന്തൊരു ക്ഷീണം പോലെ തോന്നും കേട്ടോ. അശ്വിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി അവിടേക്ക് വരുവാണ്. അപ്പോൾ പ്രീതി എടുത്ത് വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് എടുത്തിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. അശ്വിൻ്റെ വിചാരം അശ്വിൻ്റെ ഡയബറ്റിക്കിൻ്റെ ടാബ്ലറ്റാണ് അതെന്നാണ് കേട്ടോ. അങ്ങനെ ആ ടാബ്ലറ്റ് എടുത്തിട്ട് അശ്വിൻ മുകളിലേക്ക് കയറി പോവാണ്. പ്രീതി അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് എടുത്തിട്ട് പ്രീതിയും വരുവാണ്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക്, അതായത് ഷുഗറിൻ്റെ ടാബ്ലറ്റ്. അശ്വിൻ എടുത്തുകൊണ്ട് പോകുന്നത് തലവേദന ടാബ്ലറ്റ് ആണ് കേട്ടോ. അങ്ങനെ ടാബ്ലറ്റ് രണ്ട് മാറിപ്പോകണം. ശരിക്കും പറഞ്ഞാൽ അശ്വിൻ അറിയാണ്ട് എടുത്തുകൊണ്ട് പോകണതാണ് ആ ടാബ്ലറ്റ്. ശേഷം അശ്വിൻ ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രീതിയാണെങ്കിൽ ആ സമയത്ത് ടാബ്ലറ്റും ഓറഞ്ച് ജ്യൂസൊക്കെ ആയിട്ട് മനോരമയുടെ അടുത്തേക്ക് വരും കേട്ടോ. മനോരമയുടെ അടുത്ത് ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. ആൻറ്റി ഇന്ന് ഈ നാരങ്ങ വെള്ളം കൂടി കുടിക്കുക എന്ന് പറഞ്ഞ് വരുവാണ്. അയ്യോ അഞ്ജലി മോളെ നീ എന്തിനാ ഈ നാരങ്ങ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നത്? നിനക്ക് ഈ സമയത്ത് വയ്യാത്ത സമയമല്ലേ, നീ റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ അവൾ ചെയ്തോളൂല്ലോ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ്
അങ്ങനെ നടക്കണവൾ, അത് സാരില്ല ആൻറ്റി ഇത് കുടിക്കുക എന്ന് പറയുകയാണ് അഞ്ജലി. ആ സമയത്ത് പ്രീതി ഓടി വരുന്നുണ്ട്. ആൻറ്റി ഇത് ടാബ്ലറ്റ് കിട്ടി, ഇന്നാ ഇത് കഴിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോരമ ആ ടാബ്ലറ്റ് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇതെന്താ ഈ ടാബ്ലറ്റ് ഈ രൂപത്തിൽ? എൻ്റെ ടാബ്ലറ്റ് റൗണ്ട് രൂപത്തിലാണല്ലോ, ഇതെന്താ ഓവൽ ഷേപ്പിൽ? ഈ ടാബ്ലറ്റിൽ എന്തൊരു വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ ടാബ്ലറ്റ് നമ്മുടെ അഞ്ജലി വാങ്ങിക്കുകയാണ്. അയ്യോ പ്രീതി, ടാബ്ലറ്റ് മാറിപ്പോയിട്ടോ, ഇത് അശ്വിൻ്റെ ഡയബറ്റിക്കിൻ്റെ ടാബ്ലറ്റാണ്, ആൻറ്റിയുടെ ടാബ്ലറ്റ് അല്ല കേട്ടോ എന്നിങ്ങനെ പറയാണ്. അയ്യോ അതെയോ എന്ന് പ്രീതി ചോദിക്കുമ്പോഴേക്കും മനോരമ അതൊരു കാരണമാക്കി എടുക്കുക കേട്ടോ. ആഹാ, അപ്പം നീ എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം അശ്വിൻ്റെ ടാബ്ലറ്റ് എനിക്ക് എടുത്തോണ്ട് വന്നതാണല്ലേ? അപ്പം നീ ഇത് മനഃപൂർവ്വം ചെയ്താണ് എന്നെ കൊല്ലാൻ വേണ്ടി. ഇന്നത്തോടെ നിൻ്റെ ഇവിടുത്തെ പൊറുതി കഴിഞ്ഞടി, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോവാണ്. അതിനുശേഷം എല്ലാവരും ആ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അശ്വിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും മനോരമ പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവളെനിക്ക് ടാബ്ലറ്റ് തന്ന് കൊല്ലാൻ നോക്കി എന്നെ, അശ്വിൻ്റെ ടാബ്ലറ്റ് എനിക്ക് തന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറയാണ്. അത് കേൾക്കുന്ന ശ്രുതിക്ക് കാര്യം മനസ്സിലാവാണ്. അശ്വിനും പ്രീതിയും ടാബ്ലറ്റ് പരസ്പരം മാറിയെടുത്തു എന്ന്. അശ്വിനു ആ പ്രീതി അപ്പം തന്നെ ശ്രുതി അപ്പം തന്നെ ഓടിപ്പോവാട്ടോ. അശ്വിനെങ്ങാനും ആ ടാബ്ലറ്റ് കഴിച്ച് അശ്വിന് ഭയങ്കര പ്രശ്നമാവും കേട്ടോ. അതുകൊണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ് നമ്മുടെ ശ്രുതി. അതിനുശേഷം അശ്വിൻ സർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്താ അശ്വിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ടാബ്ലറ്റ് കഴിച്ചു, ടാബ്ലറ്റ് മാറി എന്ന് പറയുമ്പോൾ അശ്വിൻ്റെ കയ്യിൽ ആ ടാബ്ലറ്റ് കാണുവാണ്. അത് കാണുന്ന ശ്രുതി തെറ്റിദ്ധരിക്കുവാണ്. ആഹാ, അപ്പം നിങ്ങൾ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലേ? ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ മനഃപൂർവ്വം ടാബ്ലറ്റ് മാറ്റിയതാണ് എൻ്റെ ചേച്ചിനെ വഴക്കൊളിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തു. എൻ്റെ ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി പോവാ. വാട്ട്, നീ എന്തൊക്കെയാണ് ശ്രുതി പറയണത്? അതെ, നിങ്ങൾ മനഃപൂർവ്വം ടാബ്ലറ്റ് മാറ്റി വെച്ചതല്ലേ? പ്രീതി ചേച്ചി അവിടെ എടുത്തു വെച്ച ടാബ്ലറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് നിങ്ങൾ ടാബ്ലറ്റ് അവിടെ വെച്ചു. മനോരമാൻ്റെ അവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ മനഃപൂർവ്വമുള്ള കളിയാണ് അശ്വിൻ സാറാം, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. അതേസമയം നമ്മുടെ മോഹനങ്ങളൊക്കെ പറയുന്നുണ്ട്, മനോരമേ ഒരു അശ്വിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് നീ ചത്തൊന്നും പോകാൻ പോണില്ല, ഇതൊന്നും കാരണമൊക്കെ എടുക്കണ്ട എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മുടെ പ്രീതിയുടെ മുഖത്തൊക്കെ പിടിച്ച് കുത്തുന്നുണ്ട് കേട്ടോ മനോരമ. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുവാണ്. അതെ മനോരമ ആൻറ്റി ഒന്ന് നിർത്ത്. അതെ ശരിക്കും പറഞ്ഞാൽ പ്രീതി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ടാബ്ലറ്റ് ഞാനാണ് അറിയാണ്ട് മാറ്റിയത്, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്. ഞാൻ ഫോണിലായിരുന്നു ആ സമയത്ത്. പ്രീതി വെച്ചേക്കുന്ന ടാബ്ലറ്റ് ഞാൻ കണ്ടില്ല, അതെൻ്റെ ടാബ്ലറ്റ് ആയിക്കോച്ച് ഞാൻ സംശയത്തോടു കൂടി തന്നെ എടുത്തുകൊണ്ട് പോയതാണ്. ഇന്ന് ആൻറ്റിയുടെ ടാബ്ലറ്റ്, പിന്നെ എൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ ആൻറ്റി മരിച്ചൊന്നും പോവില്ല, ഇത് പ്രീതിനെ കൊടുക്കാൻ വേണ്ടി ആൻറ്റി തയ്യാറാക്കിയതല്ലേ. പ്രീതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോവാ, ആൻറ്റിക്ക് ഭയങ്കര തലവേദന എന്ന് പറയാണ്. അങ്ങനെ പ്രീതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ വെള്ളം നമ്മുടെ അശ്വിൻ വാങ്ങിച്ചിട്ട് മനോരമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് മനോരമ പറഞ്ഞു, എന്നാലും ഇവള് വേണ്ട ആൻറ്റി, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, പ്രീതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രീതി നീ അകത്തേക്ക് പോ, ആകാശ് പ്രീതിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോ, ഇവിടെ നിന്ന് ആരും എവിടെയും പോകാൻ പോണില്ല എന്ന് പറയാണ്. എന്നാലും അശ്വിൻ നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പ്രീതിനകത്ത് കയറ്റാം, ആൻറ്റി പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രീതി ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയണം. അതിനുശേഷം എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകും കേട്ടോ. പക്ഷേ ശ്രുതിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുവാണ് അശ്വിനോട്. അശ്വിൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ്, എല്ലാവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ശ്രുതിയുടെ വിചാരം. ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തെന്ന് എനിക്കറിയാം, പക്ഷേ എല്ലാവരുടെ വിചാരം നിങ്ങൾ അറിയാതെ ചെയ്തെന്നാ, നിങ്ങളിത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ, എനിക്കൊരു സാമ്പിൾ തരാനായിട്ട്, എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കോ നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയേണ്ടത്, ശ്രുതി നീ എന്തൊക്കെയാണ് പറയുന്നത്? ടാബ്ലറ്റ് ഞാൻ അറിയാതെ മാറിയെടുത്തതാണ്. വേണ്ട, ടാബ്ലറ്റ് നിങ്ങളെടുത്തത് അറിയാതെയൊന്നുമല്ല, അത് നിങ്ങൾ മറ്റുള്ളവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ ചേച്ചിനെ കുടുക്കിയതാണ്. എനിക്കറിയാം നിങ്ങൾ എന്തൊരു ക്രൂരനാണ് അശ്വിൻ സായിറാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ തിങ്കളാഴ്ച രാവിലെ കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.